Yes. Hello. Good morning, all of you. Hello. Good morning. Good morning, Navya, Abhirami, Sarshad. Good morning, Please. madam. Good morning. Good morning, Farida. Good morning, ma'am. Good morning. Good morning. And one more, Abhirami. Good morning. Good morning, ma'am. Good morning. Yes. So, first of all, welcome 4 of you to Smart Sri Edu Consultancy for your upcoming course, Hospitality and Tourism Management. Okay. Let me introduce myself. My name is Nisha and I'm a faculty of Smart Sri Edu Consultancy. Welcome all of you and have a nice day. Is it good? As you have said, good morning. Is it good for you? Good day for you? Is it? Hello. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാമോ? സൗണ്ട് ക്ലിയർ ആണോ? Clear ആണ് മാം. യെസ്, സൗണ്ട് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ. നമ്മള് ഈ ഗൂഗിൾ മീറ്റിലൊക്കെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ചിലപ്പോഴൊക്കെ ഈ ഡിസ്റ്റർബൻസ് വരാറുണ്ട്, സൗണ്ട് ഡിസ്റ്റർബൻസ്. അപ്പൊ അത് വരുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ എക്കോ പോലെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ പറയുന്നതൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തൊക്കെ പോകും. സോ ഐ തിങ്ക് എവറിഥിങ് ഈസ് റൈറ്റ്, ക്ലിയർ അല്ലേ? അപ്പൊ ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മള് എന്താ പറയാ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൂറിസം മാനേജ്മെന്റ്, ബോത്ത് ഓഫ് ദാറ്റ് രണ്ടും കൂടിയുള്ള ഒരു കോഴ്സ് പഠിക്കാനാണ് നിങ്ങൾ സ്മാർട്ട് സ്ട്രീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം കേട്ടാ. ഒത്തിരി കുട്ടികളുടെ സ്ട്രെങ്ത് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ്, ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് വിൽ ബി റീച്ചിങ് ടു യു. അതുകൊണ്ട് ചിലപ്പോൾ ചിലരൊന്നും എന്താ പറയാ, ജോലിക്കുള്ളവരോ ജോലിക്ക് പോകുന്നവരോ മറ്റേതെങ്കിലും കോഴ്സുകൾ പഠിക്കുന്നവരോ അപ്പോ ഈ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും നമ്മളുടെ സമയത്തിന് നമുക്ക് വാല്യൂ ഉണ്ട്, നമ്മളുടെ സമയത്തിന് നമ്മൾ തുടങ്ങാം വേണ്ടേ? അത്രയ്ക്കല്ലേ നിങ്ങളോട് ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടാവും പറഞ്ഞിരുന്നത്? യെസ്. സോ ആ സമയം നമ്മൾ കീപ്പ് ചെയ്യണം വേണ്ടേ? സമയം ഈസ് വെരി വാല്യൂബിൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മനുഷ്യന് ഏറ്റവും അധികം നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ട ഒന്നാണ് ടൈം എന്ന് പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് വെയിറ്റ് ഫോർ നോ വൺ. ആർക്കും വേണ്ടി അത് വെയിറ്റ് ചെയ്യില്ല. നമ്മൾ അതിന്റെ പിന്നാലെ കൃത്യമായി പാഞ്ഞാൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്, വെറുതെ കംപ്ലീറ്റ് ചെയ്താൽ പോരെ. ഷുഡ് ബി കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. വാട്ട് എവർ യു ആർ ടേക്കിംഗ് ഇൻ ടു യുവർ ഓൺ, നമ്മൾ എന്ത് കാര്യങ്ങളും എന്ത് ആക്ടിവിറ്റീസ് യു ആർ ടേക്കിംഗ് അത് കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓൺ ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഏത് കാര്യത്തിലായി ടൈമിങ്ങിന് അതിൻ്റെതായ വാല്യൂ നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല അല്ലെ? അങ്ങനെയല്ലേ? സമയത്തിന് നമ്മൾ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യങ്ങളിലും ഏത് എന്താ പറയാ ഏത് സമയത്താണെങ്കിലും അതിനെ പരമാവധി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ആ ഒരു മാക്സിമം യൂട്ടിലൈസേഷന്റെ ഭാഗമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒന്നാണ് ഈ ഒരു കോഴ്സ് ചെയ്യുക എന്നുള്ളത്. ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ അല്ലെ? നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടി. ഏത് വിധേനയും നമുക്കറിയില്ല നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ഇങ്ങനെ സ്മാർട്ട് സ്ട്രീയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് എ റീസണബിൾ പ്രൈസ് അല്ലെ? ഒരു എന്താ പറയാ, റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിന്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം ജോയിൻ ചെയ്തത് അല്ലെ? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ ആർ പ്രൊവൈഡിങ് സച്ച് കോഴ്സസ്. ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഒക്കെ ഉണ്ട്. Then why choose Smart Sri? എന്തുകൊണ്ട് സ്മാർട്ട് സ്ട്രീയെ ചൂസ് ചെയ്തു എന്നുള്ളതിന്റെ കുറെ എന്താ പറയാ ഫാക്ടേഴ്സ് മേ ബി നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പല കാര്യങ്ങളും പല ഘടകങ്ങളും അതിനകത്ത് ഉണ്ടാകുമായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്മാർട്ട് സ്ട്രീയിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ വളരെയധികം താങ്ക്ഫുൾ ആണ് സ്മാർട്ട് സ്ട്രീയുടെ ഭാഗത്ത് നിന്ന്. അപ്പോ ബാക്കിയുള്ളവരൊക്കെ എപ്പോഴെങ്കിലും ജോയിൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവര് റെക്കോർഡഡ് ക്ലാസ് കാണട്ടെ. സോ വൈൽ ചൂസിങ് ദിസ് കോഴ്സ്, നിങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തപ്പോ ഇതിന്റെ എന്ത് കാര്യങ്ങൾ
മനസ്സിലാക്കിയിട്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇനി നിങ്ങൾ അറിയണം വാട്ട് ഈസ് ബിഹൈൻഡ് ദിസ് കോഴ്സ്. ഈ കോഴ്സിന്റെ പിന്നിലുള്ള എന്തുകൊണ്ട് വൈ മെനി പീപ്പിൾ ആർ ചൂസിങ് സച്ച് എ കോഴ്സ്. ഈ ഒരു കോഴ്സ് ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഈ ഒരു കോഴ്സ് കൊണ്ട് വാട്ട് ആർ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കരിയറിലേക്ക്, എന്തൊക്കെ പൊസിഷൻസിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? അതല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ മേ ഹാവ് ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് കോഴ്സ്. ഈ കോഴ്സിനെ സംബന്ധിച്ച പല എന്താ പറയാ സംശയങ്ങളും ഉണ്ടാകാം. എല്ലാവരും ഈ കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല എന്താ പറയാ ഈ കോഴ്സ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ചിലരൊക്കെ ചിലപ്പോ എന്തായാലും സ്മാർട്ട് സിറിയില് ഇങ്ങനെ ഒരു കോഴ്സ് ഈസ് പ്രൊവൈഡിങ് അറ്റ് എ റീസണബിൾ കോസ്റ്റ് എന്ന് മനസ്സിലാക്കി അല്ലെ, നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു കോഴ്സ് തരുന്നുണ്ട്. അപ്പൊ അത് എന്താണെന്നൊന്ന് ചെറുതെന്ന് കയറി ഇത്രയും പൈസയല്ലേ ഉള്ളൂ, എന്തായാലും ഇരിക്കട്ടെ ഒരു കോഴ്സ് കൂടി എന്ന് മാത്രം വിചാരിച്ച് കയറിയവരുണ്ടാകാം. ഇതിന്റെ ബെനഫിറ്റുകൾ, ഈ കോഴ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിന്റെ എല്ലാ തരത്തിലുള്ള എന്താ പറയാ ബെനഫിറ്റുകളും മനസ്സിലാക്കി ജോയിൻ ചെയ്തവരുണ്ടാകാം അല്ലെ. ഇത് എനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്, പഠിച്ച് എനിക്ക് ആ ഒരു കോഴ്സ് എന്താണെന്ന് നന്നായി അറിയണമെന്ന ആഗ്രഹമുണ്ടായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാകാം. മെനി ഡിഫറെന്റ് പീപ്പിൾ, ഡിഫറെന്റ് പർപ്പസ്, ഡിഫറെന്റ് ഐഡിയാസ് അല്ലെ. എല്ലാവർക്കും അവരവരുടേതായ ഓരോ ഐഡിയാസ് ഉണ്ട് ഓരോ കോഴ്സ് പഠിക്കുമ്പോഴും. എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും ഞാൻ പറയുന്നു, നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഓരോ വ്യക്തിയെ സംബന്ധിച്ച്, ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് വെൻ ദേ ആർ ലേണിംഗ് എ കോഴ്സ് whatever it may be, നമ്മളിപ്പോ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, അതിനുശേഷം 12th പോകുന്നു, ദെൻ ഡിഗ്രി, അല്ലെങ്കിൽ ഡിഗ്രി അല്ലാതെ ഇപ്പൊ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. മീൻസ് പണ്ടൊക്കെ അങ്ങനെയാണ്, +2 ഡിഗ്രി കഴിയുക, ഡിഗ്രിന്ന് വേഗം പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോവുക. ആ ഒരു ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ചാടി ചാടി പോകുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് കുട്ടികൾ ദേ ആർ തിങ്കിങ് അബൌട്ട് ദെയർ ലൈഫ്, ദെയർ കരിയർ. അവര് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രൂഡന്റ് ആയിട്ട് ചിന്തിച്ച് മാത്രമാണ് കരിയർ തിരഞ്ഞെടുക്കുക. ബിക്കോസ് ഇന്ന് അതിനുള്ള എന്താ പറയാ they have their own opportunities because there are different professional courses which are providing short duration courses. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തെങ്കിലും പ്രൊഫഷണൽ സ്കിൽ നേടുന്ന കോഴ്സുകൾ ഇന്ന് അനവധിയാണ് അല്ലെ. അതറിയാനുള്ള മീഡിയംസ് ഓൾസോ ആർ എന്താ പറയാ ഓപ്പൺ ഫോർ യു അല്ലെ. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അങ്ങനത്തെ മീഡിയാസ് ഉണ്ട്, ലൈക്ക് മൊബൈൽ ഫോണുകളിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയാ ആളുകൾ ചെയ്യുന്ന റീൽസും മറ്റൊക്കെ കണ്ടിട്ട് ഓരോ കോഴ്സുകളെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതുപോലെ എന്താ പറയാ യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ ഇടുന്നുണ്ട്. ഓരോ കോഴ്സും അതിന്റെ പ്രാധാന്യമൊക്കെ കൊടുത്തുകൊണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് അറിയാനുള്ള അല്ലെ, യു ക്യാൻ ഗെറ്റ് ദ നോളജ് അബൌട്ട് ഓഫ് ഡിഫറെന്റ് കോഴ്സസ് ത്രൂ ദീസ് മീഡിയാസ്. ഈ മീഡിയാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പല കോഴ്സുകളെ കുറിച്ചും അറിയാൻ പറ്റും എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ ഒരു 10-20-25 വർഷം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കുട്ടികൾക്ക് അന്നത്തെ കുട്ടികളാണ് ഒരു 10-20 വർഷം മുമ്പ് അത്രയും വയസ്സ് പിന്നിലാണെന്ന് വിചാരിക്കുക. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് 10-25 വയസ്സായ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 18 years ഓൾഡില് +2 കഴിഞ്ഞു, ഡിഗ്രി വരെ ചെയ്യാൻ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ 3 years എടുക്കണം. അതിൻ്റെതായ ഡ്രോബാക്സ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും നമുക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്ക് പെട്ടെന്നൊന്നും ജോലി കിട്ടുന്നില്ല. ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോലി എന്നുള്ളത് ലക്ഷ്യം വെക്കുന്ന ആ ഒരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഒരു വര വരച്ചിട്ട് +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു, ഡിഗ്രിക്ക് പോകുന്നു, ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ അവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ജോലിക്ക് വേണ്ടി ഏതെങ്കിലും ടൈപ്പ് ഓഫ് ജോലിക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ വി ഹാവ് ടു ഡു സം അതർ കോഴ്സ്. ബാങ്ക് കോച്ചിങ് ഒക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെയൊക്കെ അല്ലേ? നിങ്ങൾ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടോ ഇവിടെ? മേ ബി ഉണ്ടാവണം അല്ലേ? ഇല്ലേ? ആ കാലഘട്ടത്തിലെ ആളുകളെല്ലാം ഓക്കെ ബിലീവ് ഇറ്റ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് മാറണമെങ്കിൽ വി ഹാവ് ടു നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിച്ചു പോകണം. വി ഹാവ് ടു സെർച്ച് സച്ച് കോഴ്സസ്. അങ്ങനെയുള്ളത് എനിക്കിപ്പോ ഒരു ബാങ്കിൽ ജോലിയുള്ള ആളാവണം, അപ്പൊ ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനം എവിടെയാണെന്ന് തപ്പിപ്പോണം. അത് പേപ്പറിലും അല്ലെങ്കിൽ ഈ തൊഴിൽ വീതി പോലുള്ള സാധനങ്ങളൊക്കെ അന്ന് അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇന്ന് അതൊന്നും വേണ്ട. ഇതൊക്കെ വായിച്ചെടുക്കാനൊക്കെ പണ്ടൊക്കെ
നമ്മളൊക്കെ അതിനുവേണ്ടി കുത്തിയിരുന്ന് വായിച്ചിരുന്നു. ഇന്ന് ആളുകൾക്ക് വായിക്കാനൊന്നും സമയമില്ല. പക്ഷെ ദേ ആർ ഗെറ്റിംഗ് സച്ച് ഇൻഫോർമേഷൻസ് ത്രൂ സം മീഡിയാസ് ലൈക്ക് മൊബൈൽ ഫോണുകൾ. അതുപോലെ തന്നെ ജോബിനെ കുറിച്ച് അറിയുന്ന ഒരുപാട് പോർട്ടൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കി നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. ഈ ഏറ്റവും ഈസിയസ്റ്റ് വേയില് ഹൗ ടു ബിക്കം എ പ്രൊഫഷണൽ, സ്കിൽഡ് പ്രൊഫഷണൽ ഇൻ എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോബില് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽഡ് പ്രൊഫഷണൽസ് ആയിട്ട് മാറാൻ പറ്റുന്ന പല ജോലി സാഹചര്യങ്ങളും സാധ്യതകളും നിങ്ങളെ കാണിച്ചു തരുന്ന ഒരുപാട് മീഡിയംസ് ഇന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റൈറ്റ്, അങ്ങനെയല്ലേ? ആണോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞോട്ടാ. നിങ്ങളുടെ വാഗോണ്ട് പറഞ്ഞില്ലെങ്കിലും അവിടെ ചില കമന്റ് അല്ലെങ്കിൽ മെസ്സേജസ് ചെയ്യാനുള്ള ചില ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ദിസ്, അതായത് നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആകുന്നുവെന്നും അത് തന്നെ അല്ലെ, അതുപോലെയുള്ള കമ്പുകളോ അതുപോലെ എന്തെങ്കിലും റിയാക്ഷൻസ് നിങ്ങൾക്ക് അതിലൂടെ ഇടാം. സൗണ്ട് അൺമ്യൂട്ട് ചെയ്ത് പറയണമെന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഡിസ്റ്റർബൻസ് വരാം. അതിന് എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഞാൻ സമയം തരാം നിങ്ങൾക്ക്. ഓക്കെ, സോ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇത്തരം സാധ്യതകൾ മനസ്സിലാക്കി നിങ്ങൾ കണ്ടുപിടിച്ചൊരു കോഴ്സാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ബെനിഫിറ്റുകൾ കുറെ പേരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷെ മനസ്സിലാകാത്തവർക്കും ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇൻട്രോ ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേറ്റമസ് നിഷ സ്മാർട്ട് ശ്രീയുടെ ഒരു ഫാക്കൽറ്റി ആണ്. വെൽക്കം ഹർഷിയ, അഞ്ജലി, ഹരിത. കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയവരെ ഒന്നുകൂടി കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹായ് ഹർഷിയ, അഞ്ജലി, ഹരിത. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. വാട്ട് ഈസ് ഹോസ്പിറ്റാലിറ്റി? What is hospitality and tourism management? So let's discuss about it. What do you mean by hospitality? എന്താണ് ഈ hospitality എന്ന് പറഞ്ഞാൽ? Hospitality is the relation between guest and host, where the guest is treated in a generous way. എന്താണ് ഹോസ്പിറ്റാലിറ്റി? മനോഹരമായ ഒരു ഡെഫിനിഷൻ ആണ്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ്. അതായത് ഔപചാരികത കാണിക്കാനുള്ള, ആരോട് കാണിക്കുന്നു? ഗസ്റ്റ് ഹോസ്റ്റിനോട്. ഗസ്റ്റ് ആരാ? മലയാളത്തിൽ അതിനെ അതിഥി എന്ന് വിളിക്കും. ഹോസ്റ്റ് ആരാണ്? അതിഥിയെ സ്വീകരിക്കുന്ന ആളാണ്. അവിടെ അതിഥിയെ വളരെ ജനറസ് ആയിട്ടുള്ള രീതിയിൽ, വളരെ കൈൻഡ് ആൻഡ് ജനറസ് എന്ന് വെച്ചാൽ എന്താ പറയാ, അവരോട് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായും വ്യക്തമായും നിറവേറ്റി കൊടുക്കുന്ന ഒരു ഹോസ്റ്റായി മാറുക എന്നുള്ളതാണ് ഹോസ്പിറ്റാലിറ്റിയുടെ പ്രത്യേകത. സോ ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ്. ഒരു ഗസ്റ്റും ഒരു ഹോസ്റ്റും തമ്മിലുള്ള ബന്ധമാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. വേർ ഓൾ ഏരിയാസ് വി ഹാവ് ടു ഷോ സച്ച് ഹോസ്പിറ്റാലിറ്റി. ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി നമ്മൾ എവിടെയൊക്കെയാണ് കാണിക്കേണ്ടത്? അപ്പൊ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പഠിക്കാൻ പോകുന്നത് നിങ്ങള് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കണം. Did you get the definition? മനസ്സിലായോ എന്താണ് ഹോസ്പിറ്റാലിറ്റി എന്ന്? കുഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. കിട്ടിയോ? എന്താണ് ഹോസ്പിറ്റാലിറ്റി? നമുക്ക് പഠിക്കാനുള്ള ഇതിനകത്തുള്ളതല്ല. പക്ഷെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഔപചാരികത അല്ലെങ്കിൽ എന്താണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ്. ഒരു ഗസ്റ്റും ഒരു ഹോസ്റ്റും. അപ്പൊ ഈ ഗസ്റ്റും ഹോസ്റ്റും ഒക്കെ വരുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? അത്തരം ഏരിയാസിലാണ് ഈ പറയുന്ന മാനേജ്മെന്റ് നമുക്ക് നടത്തേണ്ടി വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ ടൂറിസം മീൻസ് ടൂർ എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ മാനേജ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ പറയുന്ന കാര്യത്തിനകത്ത് വരും. ബോത്ത് ആർ എന്താ പറയാ കണക്റ്റഡ് ആണ്, റിലേറ്റഡ് ആണ് ഈ ഹോസ്പിറ്റാലിറ്റിയും ടൂറിസവും തമ്മിൽ. എവിടെയൊക്കെ ഇപ്പൊ നമ്മള് ടൂർ പാക്കേജസ് ഒക്കെ ഇൻസൈഡ് ദ കൺട്രി ഔട്ട്സൈഡ് അബ്രോഡ് ഒക്കെ ഒരുപാട് ടൂർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. മീൻസ് ലൈക്ക് ഏജൻസീസ് ഇല്ലേ? അങ്ങനെയില്ലേ? ടൂറൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഏജൻസീസ് ഇല്ലേ? വിത്തിൻ ദ കൺട്രി ആൻഡ് അബ്രോഡ് ഒക്കെ ഇല്ലേ? നമ്മൾ മാത്രം ഈ നോർത്ത് പറവൂർ അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാത്രമുള്ള ഒരു കാര്യമാണോ? അല്ല, നിങ്ങളൊക്കെ വേറെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നായിരിക്കും ലാസ്റ്റ് നമുക്ക് പരിചയപ്പെടാത്ത. കാരണം കുറച്ച് പേര് വൈകി വന്നവരുണ്ട്. ലാസ്റ്റ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടാം. എന്റെ മാത്രം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ സെഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല ചിലപ്പോ. അതുകൊണ്ടാണ് അത് ടീച്ചർ വന്നപ്പോ തന്നെ ടീച്ചർ ഇരുന്നുകൊണ്ട് ഇരുന്ന് പറയണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അത് നമ്മളുടെ ടൈമിനെ ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞത് ടൈം ഈസ് വാല്യൂബിൾ അല്ലെ, വളരെ വാല്യൂ ഉള്ള സാധനമാണ്. അതിനെ നമുക്ക് കളയാതെ ആ ഒരു കാര്യം നമ്മളുടെ പർപ്പസ് എന്താണ്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ പർപ്പസ് എന്താണ്, അതിനെ നമ്മൾ
വാല്യൂ കൊടുത്തിട്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടാം. ഓക്കെ, സോ ഡോണ്ട് ബി അഫ്രൈഡ് ഓർ വറി. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വെറി ആവണ്ട കേട്ടോ, ഞാൻ പരിചയപ്പെടാം. ഓക്കെ, സോ അപ്പൊ എന്താണ് ഹോസ്പിറ്റാലിറ്റി എന്ന് മനസ്സിലായവരൊന്നും തമ്പട്ടെ? എന്താണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന വേർഡ് എന്ന് മനസ്സിലായവരൊന്ന് തമ്പട്ടെ? ഇവിടെ നമ്മള് 6 അല്ലെ പേര് ഇരിക്കുന്നുണ്ട്, 4 പേര് തമ്പിട്ടുള്ളൂ. സോ ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലെന്നാണോ ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന്? സർഷത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണോ എന്നാവോ പേര് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നമുക്കറിയില്ല. ചില പേരുകൾ അങ്ങനെ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെയാണോ? യെസ്, ഓക്കെ, അപ്പൊ ശരിയാണ്. അപ്പൊ എന്താണ് ഹോസ്പിറ്റാലിറ്റി? ഗസ്റ്റും ഹോസ്റ്റും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ് വേർ ഗസ്റ്റ് ഈസ് ട്രീറ്റഡ് ഇൻ എ ജനറസ് വേ. നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു ഗസ്റ്റിനെ ഒരു ഹോസ്റ്റ് പല രീതിയിലും ട്രീറ്റ് ചെയ്യാം. ഇവിടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ടൂറിസം മാനേജ്മെന്റ് ഒക്കെ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ ഗസ്റ്റുകളെ ഹൗ ടു ട്രീറ്റ് ദം, ഹാവ് ടു ബി ട്രീറ്റഡ് ഇൻ എ ജനറസ് വേ. വളരെ എന്താ പറയാ, അവരിഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ അവരോട് ദേഷ്യപ്പെട്ട് നമ്മളുടെ ഫീലിങ്സും നമ്മളുടെ എന്താ പറയാ മൂഡ് സ്വിങ്സ് മാറി വരുന്നതനുസരിച്ച് വി ആർ നോട്ട് ഏബിൾ ടു റിയാക്ട് ടു ദം. അവരോട് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മളുടെ എന്ത് വികാരങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിനെയൊക്കെ നമ്മൾ കൺട്രോൾഡ് മാനറിൽ വെച്ചിട്ട് അവരോട് വളരെ പൊളൈറ്റ് ആൻഡ് ജനറസ് ആയിട്ട് പെരുമാറണം എന്നുള്ളത് ഹോസ്പിറ്റാലിറ്റി പഠിച്ചു പോകുന്ന നിങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? അത് നമ്മുടെ ഹാബിറ്റ്സിലേക്ക് വരേണ്ടവരാണ്. സോ ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് വൈ ലേണിംഗ് ദിസ് കോഴ്സ്. ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു ട്രെയിൻ, അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് എ ട്രെയിനിങ് ടു ദ സ്റ്റുഡൻസ് ഹൗ ടു മാനേജ് ഹോട്ടൽസ്, റിസോർട്ട്സ്, റെസ്റ്റോറൻറ്റ്സ്, ഇവന്റുകളൊക്കെ, ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ ട്രാവൽ ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കുട്ടികളെ ഒരുക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അല്ലെങ്കിൽ ടൂറിസം മാനേജ്മെന്റ്. രണ്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ രണ്ട് സ്ഥലത്ത് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഇറ്റ് ഹാവ് ടു ബി ഷോൺ, അത് കാണിക്കേണ്ട ഒരു സാധനം. എന്താണെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, അത് നമ്മൾ പ്രകടമാക്കേണ്ടതാണ്. വൈ വി ആർ ഡീലിംഗ് വിത്ത് ദ ഗസ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യേണ്ട ചില ബിഹേവിയേഴ്സ് ആണ് ഹോസ്പിറ്റാലിറ്റി. സോ ടൂറിസം ഓപ്പറേഷൻസ്, ട്രാവൽ ടൂറിസംസ് ഒക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവന്റുകൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ലൈക്ക് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ റിസോർട്ട്സ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അതിലെല്ലാം ഉപയോഗിക്കേണ്ട ഒരു ഹോസ്പിറ്റാലിറ്റി, അതിനുള്ള ട്രെയിനിങ് ആണ് ഈ ഒരു കോഴ്സിലൂടെ provide ചെയ്യുന്നത്. So you have to understand which are the different areas to these hospitality should be shown. ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഈ ഹോസ്പിറ്റാലിറ്റി കാണിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടേ എവിടെയൊക്കെയാണ് ഹോസ്പിറ്റാലിറ്റി? അൺലൈക്ക് അതർ ഓർഗനൈസേഷൻസ്, മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിലുള്ളതുപോലെ അതിനേക്കാൾ ഉപരി വലിയ രീതിയിലുള്ള ഹോസ്പിറ്റാലിറ്റി ആണ് മറ്റ് ഈ പറഞ്ഞ പോലെ ഹോട്ടൽസിലും റിസോർട്ട്സിലും ഒക്കെ. നമ്മള് എന്താ പറയാ, ഹോട്ടൽസ് ഇപ്പോ റൂംസ് അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ അത്തരം ബിസിനസ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ്സ് ബിസിനസ്, അത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഈ പറഞ്ഞ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ റിസോർട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. കാരണം ആ ഒരു എന്താ പറയാ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് കൂടി പറ്റുന്നുണ്ട്. മനസ്സിലായി? ഇങ്ങനെയുള്ള നല്ല നല്ല പ്രൊഫഷണൽസ് വേണം. ഈ പറയുന്ന ഒരു എന്താ പറയാ, ഒരു റെസ്റ്റോറന്റ് എന്താ പറയാ ഉണ്ടാക്കാൻ കാശുണ്ടെങ്കിൽ ആർക്കും പറ്റും. പക്ഷേ അവിടെ വരുന്ന ഗസ്റ്റുകളെ വെറുതെ ഇങ്ങനെ ബിൽഡിംഗ് പോലെ ഉണ്ടാക്കിയിട്ട് കുറെ ഫുഡ് ഉണ്ടാക്കി ആളുകൾക്ക് സപ്ലൈ ചെയ്താൽ മാത്രം പോരാ. ഹൗ ഇറ്റ് ഷുഡ് ബി സപ്ലൈഡ്, ഹൗ ഇറ്റ് ഷുഡ് ബി സെർവ്ഡ്, ഇറ്റ് ഷോസ് യുവർ ഹോസ്പിറ്റാലിറ്റി. അതെങ്ങനെ അവർക്ക് സെർവ് ചെയ്യണം, അവർക്ക് അതെങ്ങനെ സപ്ലൈ ചെയ്യണം, അതിലൊരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. അത് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് വി ക്യാൻ ഗെറ്റ് മോർ കസ്റ്റമേഴ്സ് അല്ലെ? ഓരോ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഹോട്ടൽസോ റിസോർട്ട്സ് ഒക്കെ നടത്തുന്നവർക്ക് അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. അത് ആ ഗസ്റ്റ് ഹോസ്റ്റ് റിലേഷൻഷിപ്പ് നല്ല രീതിയിലുള്ള ബോണ്ടിങ് ആണെങ്കിൽ ദേ ക്യാൻ ഗെറ്റ് മോർ കസ്റ്റമേഴ്സ്, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിനെ കിട്ടും. അതർവൈസ് നമ്മള് എന്താ പറയാ, അട്ടർ ഫെയിലിയർ ആയി മാറും. വെറുതെ കുറെ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള വലിയ ബിൽഡിംഗ് ഒക്കെ ഹോട്ടൽസിനും റൂംസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി ബോർഡൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ, അവിടെ വരുന്ന ഗസ്റ്റുകളെ ഇഫ് യു ആർ നോട്ട് ട്രീറ്റിംഗ് ദം ഇൻ എ ജനറസ് വേ, അവരെ നല്ല രീതിയിൽ നമ്മൾ മര്യാദയോടുകൂടി ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ
ഒരു ദിവസം പോലും അവർ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ വെക്കേറ്റ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് അവരുടെ പാട്ടിന് പോകും ഇല്ലേ. അപ്പൊ അവരോട് കാണിക്കേണ്ട ആ ഒരു ഇതൊക്കെ നമുക്കുള്ള അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നുണ്ട്. സോ വൺ തിങ് ഐ ഹാവ് ടു സേ, എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാം, whichever courses you are studying, it is your own experience that you have to make it practical. അതായത് എന്ത് കോഴ്സ് പഠിച്ചാലും ആ കോഴ്സിനകത്ത് പറഞ്ഞ തിയററ്റിക്കൽ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് you cannot do any job, any task. You have to be able to become a practical, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഒരു എന്താ പറയുക എക്സ്പേർട്ട്. to become a practical expert. നമ്മൾ ഓരോ കോഴ്സ് പഠിക്കുമ്പോഴും അത് നമ്മൾ എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കൽ എക്സ്പേർട്ട് ആയി മാറുക എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായി? വെറുതെ പുസ്തകത്തില് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതിൽ കുറെ മാർക്ക് ഇങ്ങനെ വാങ്ങിച്ച് നമ്മളിങ്ങനെ മാർക്കിന്റെ വെയിറ്റേജ് അത് തുപ്പി നോക്കി ആ വെയിറ്റിലൊന്നുമില്ല നമുക്ക് ജോലി കിട്ടുക. അതൊക്കെ പണ്ട് അല്ലെ, എന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടൊക്കെ എന്താ പറയാ ഫുൾ മാർക്ക് കിട്ടുന്നത് അല്ലെ, 600-ല് 599 മാർക്ക് കിട്ടുന്നത്, 500 മാർക്ക് കിട്ടുന്നത്, ഫസ്റ്റ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, റാങ്ക് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഇന്ന് അതിനൊക്കെ ആ ഒരു കാറ്റഗറൈസേഷൻ മാറ്റി. നൗ ഇറ്റ് ഈസ് ഗ്രേഡ്. ഏത് ക്ലാസ്സുകളിലേക്ക് പോലും അത് ഗ്രേഡിനാണ് പ്രാധാന്യം. അപ്പൊ വെയിറ്റ് ഓഫ് മാർക്ക് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് തൽക്കാലത്തേക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വെയിറ്റേജ് ആണ് കൊടുക്കുക, ദാറ്റ് ഈസ് ഗ്രേഡ് ആണ്. ആ ഗ്രേഡിന് അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മാർക്കിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ്, ഹൗ വി ഡു ഇറ്റ്. നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, വാട്ട് എവർ കോഴ്സ് ഇറ്റ് മേ ബി, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഹൗ വെൽ ട്രെയിൻഡ് ഐ ആം ഇൻ ദാറ്റ് കോഴ്സ്. ആ കോഴ്സിൽ നമ്മൾ എത്രത്തോളം ട്രെയിൻഡ് ആണ്. പ്രാക്ടിക്കലി നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കണം. ആ പ്രാക്ടിക്കലായിട്ട് നമ്മളിൽ ചിന്തിച്ച് പല കാര്യങ്ങളും ആ ഒരു ജോബിന് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതുകൂടി ഉണ്ട്. അത് എന്ന് പറയുന്നത് എന്താ പറയാ, യുവർ എത്രത്തോളം നിങ്ങളുടെ ഇന്റൻസിറ്റി ടു ഗെറ്റ് ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് എത്രത്തോളം തീവ്രമായ ആഗ്രഹം മനസ്സിലുണ്ടോ അതുമായി ബന്ധപ്പെട്ട ആ ജോലി കിട്ടണമെന്ന്, അത്രയും അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതാണ് അതിന്റെ പ്രത്യേകത. അത് ഏത് കോഴ്സ് പഠിച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം പഠിച്ചാലോ മറ്റേത് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാലും നമ്മൾക്ക് ആഗ്രഹമുണ്ട്, യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് ജോബ്. ഇതിന് റിലേറ്റഡ് ആയ ജോബ് എനിക്ക് വാങ്ങിക്കണം എന്ന് അതിയായ ആഗ്രഹം വരേണ്ടത് ആർക്കാണ്? ഇറ്റ് ഈസ് ദ സ്റ്റുഡന്റ്. ആ സ്റ്റുഡന്റ് ആണ് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ അത്രത്തോളം ദ ഗ്രേറ്റർ ഇന്റൻസിറ്റി ഇഫ് യു ഹാവ്, ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി തീവ്രത ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ the chance of getting such a job is greater too. അതിന് ആ ജോബ് കിട്ടാനുള്ള സാധ്യതയും നിങ്ങൾക്ക് മുമ്പിൽ കൂടുതലായിരിക്കും. നമ്മൾ വളരെ തണുത്ത മട്ടിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സ് അതാണ്. ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? ടു മാനേജ് ഹോട്ടൽസ്, റിസോർട്ട്സ്, അല്ലെങ്കിൽ ഇവന്റുകള്, അങ്ങനെ ഒരുപാട്, അതുപോലെ തന്നെ എന്താ പറയാ ട്രാവൽ ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള പ്രൊഫഷണൽസിനെ മോൾഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നും ഹോസ്പിറ്റാലിറ്റി എന്താണെന്നും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോഴ്സ് ഏതൊക്കെ കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു കോഴ്സ് ആണെന്നും രണ്ട് കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, യെസ്, എല്ലാവരും ഹാപ്പി ആണല്ലോ? ഓക്കെ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ദേഷ്യമൊന്നുമില്ലല്ലോ എന്നോട്? എന്തൊക്കെയാണ് ഇന്ന് പറയുന്ന കാലത്ത് തന്നെ വന്നിരുന്നൊന്നും ഇല്ലല്ലോ? യെസ്, ഓക്കെ. നിങ്ങളുടെ മുഖമൊക്കെ നമുക്ക് കാണാം. ഞാനൊന്ന് പരിചയപ്പെടുമ്പോൾ നമുക്ക് അതൊന്ന് ചോദിക്കാം. ഓക്കെ, ഇനി വാട്ട് ആർ ദ എംപ്ലോയ്മെന്റ് ഓപ്ഷൻസ്? ഈ ഒരു കോഴ്സ് പഠിച്ചാൽ എന്താണ് നമുക്ക് ജോലി കിട്ടുക? എന്തായാലും ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോട്ടലിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ കോട്ട്സ് ഒക്കെ ധരിച്ച് നമ്മുടെ ഡ്രസ്സിംഗ് വെൽ ഡ്രസ്ഡ് ആയിട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെൻ വി ആർ അപ്രോച്ചിങ് എ ഗസ്റ്റ് നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ബാഡ് ഓർഡേഴ്സ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒന്നും നമ്മൾ പോകാൻ പാടില്ല അല്ലെ. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അത് അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങിലും അപ്പിയറൻസിൽ യു ഹാവ് ടു ബി ഗുഡ് ലുക്കിംഗ്. നല്ല രീതിയിൽ അപ്പിയറൻസ് പ്രസന്റ് ചെയ്യണം ഗസ്റ്റിന്റെ മുമ്പിൽ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്തൊക്കെയാണ് ഇതിന്റെ എംപ്ലോയ്മെന്റ് ഓപ്ഷൻസ്? എന്തൊക്കെ ടൈറ്റിൽസ് യു വിൽ ഗെറ്റ്? ഈ ജോലിക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ടൈറ്റിലിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ഒരു സാധനം അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെ ജോലി നിങ്ങൾക്ക് കിട്ടുമെന്ന്.
ഹോട്ടൽസിലായിക്കോട്ടെ, റിസോർട്സിലായിക്കോട്ടെ, എവിടെയൊക്കെ നിങ്ങൾക്ക് ജോലികൾ കിട്ടാൻ സാധ്യതകളുണ്ട്. എന്തൊക്കെ ജോബ് ടൈറ്റിൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് പറയാം. എയർലൈൻ, അതുപോലെ തന്നെ റെയിൽവേ ട്രാവൽസിലൊക്കെ റെയിൽവേയിലൊക്കെ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെയും ചില ഗസ്റ്റുകളെ, അതുപോലെ തന്നെ നമ്മുടെ എയർലൈനിലും ഒക്കെ ഗസ്റ്റുകളെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും വരും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്കൊരു എംപ്ലോയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. കോൺഫറൻസ് ആൻഡ് കൺവെൻഷൻ സെന്റേഴ്സ്, കൺവെൻഷൻ സെന്ററുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലൊക്കെ കൺവെൻഷൻ സെന്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ പല പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ പല കോൺഫറൻസുകൾ നടക്കുമ്പോൾ അവിടെയും ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി, അവിടെ ഗസ്റ്റുകളെയൊക്കെ വെൽക്കം ചെയ്യേണ്ടതും വെൽക്കം ചെയ്തവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവിടെയും കൺവെൻഷൻ സെന്റേഴ്സിലും അതുപോലെ തന്നെ കോൺഫറൻസിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി കാണിക്കുന്ന ഓഫീസേഴ്സിന്റെ, പ്രൊഫഷണൽസിന്റെ ആവശ്യകതയുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ട്രാവൽ ഏജൻസീസിൽ ഒരുപാട് ട്രാവൽ ഏജൻസീസ് വിച്ച് ഹെൽപ്പ് എന്താ പറയാ ട്രാവലേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പല സ്ഥലങ്ങളും ട്രാവൽ ചെയ്യുന്ന, ട്രാവൽ ചെയ്യുന്നവരുണ്ട്, കൺട്രിക്ക് പുറത്ത് ട്രാവൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അതുപോലെയുള്ള ഏജൻസീസിൽ നമുക്ക് വേണമെങ്കിൽ ജോലി നേടാം. പിന്നെ ടൂറിസ്റ്റ് ഓഫീസേഴ്സ്, ടൂറിസ്റ്റുകളെയൊക്കെ നമ്മൾ എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്യുന്നതോ അതുപോലെയുള്ള ഓഫീസുകളൊക്കെ ഉണ്ട്. പിന്നെ ക്രൂയിസ് കമ്പനീസ്, ഷിപ്പിന്റെ ഒക്കെ അതിനകത്തും ആവശ്യമുണ്ട്. ക്രൂയിസും അതിനകത്തും ഒത്തിരി ഹോസ്പിറ്റാലിറ്റി ഒക്കെ കോഴ്സുകളൊക്കെ പഠിച്ച പ്രൊഫഷണൽസിനെ അവർക്കും ആവശ്യമുണ്ട്. പിന്നെ ഇവന്റ് മാനേജ്മെന്റ്, ഇതൊക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവന്റ് മാനേജ്മെന്റുകൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അതായത് ഭക്ഷണം വെക്കുന്നത് മാത്രമല്ല അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ ഏറ്റെടുക്കുക. ഒരു വെഡിങ് അല്ലെങ്കിൽ വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ഇന്നൊക്കെ സെലിബ്രേഷൻസിന് ഒരു മുടക്കില്ല, ഒരു കുഴപ്പമില്ല. ബിക്കോസ് എവരിവൺ ഹാവ് ദെയർ ഓൺ ഫിനാൻഷ്യൽ കപ്പാസിറ്റീസ്. അവരവരുടെ കപ്പാസിറ്റി, സാമ്പത്തിക എന്താ പറയാ കപ്പാസിറ്റി അനുസരിച്ച് വലിയ വലിയ ചടങ്ങുകളാണ്. ഒരു കൂട്ടർ ഒരു എന്താ പറയാ 5 ലക്ഷത്തിന് ഒരു വെഡിങ് നടത്തുമ്പോൾ മറ്റവര് 10 ലക്ഷത്തിന് നടത്തും. അപ്പൊ ഓരോരുത്തരും ആ ഒരു ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്നതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒത്തിരി എമൗണ്ട് ഒക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഇവന്റ് മാനേജ്മെന്റുകളുണ്ട്. അതായത് ഭക്ഷണം, അതുപോലെ തന്നെ എന്താ പറയാ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പിന്നെ അവിടെ ഇപ്പോ സ്റ്റേജ് ഡെക്കറേഷൻസ്, കൂടാതെ സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ട എന്താ പറയാ ഡാൻസോ പാട്ടോ കൺസേർട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, വട്ടവർ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കും. ഒരു എമൗണ്ട് അങ്ങനെ പറയും, അത്രേ ഉള്ളൂ അല്ലെ. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ഇവന്റ് മാനേജ്മെന്റുകൾ. ഉണ്ടോ നിങ്ങളുടെ അവിടെ? എന്റെ ചോദ്യത്തിനൊന്ന് മറുപടി പറയണേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വൺ മാൻ ഷോ കളിക്കുന്ന പോലെ ആകും. ഇല്ലേ, നിങ്ങളുടെ അവിടെ ഒന്നും ഇല്ല? നീ സൗണ്ട് പോയാ? ഹലോ ഹലോ, ഉണ്ടാ? ഓക്കെ. സൗണ്ട് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണോ, എന്റെ ലിപ്പ് മൂവ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണോ നിങ്ങളിലേക്ക് എത്തുന്നേ? അങ്ങനെ ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളുടെ റിപ്ലൈ വൈകിയപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനത്തെ ഇവന്റ് മാനേജ്മെന്റുകളാണ് ഇന്ന് കൂടുതലുള്ളത്. അപ്പൊ ഇത്തരം ഇവന്റ് മാനേജ്മെന്റുകള് ദേ ഓൾസോ നീഡ് സം പ്രൊഫഷണൽസ്. പണ്ടൊക്കെ എന്തുണ്ടല്ലോ ഈ ഇവന്റ് മാനേജ്മെന്റുകൾക്കൊക്കെ ഇതിനു വേണ്ടിയിട്ട് എന്താ പറയാ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഭംഗിയായിട്ടൊക്കെ നടത്താൻ ചിലപ്പോൾ മേൽനോട്ടം വഹിക്കാനൊക്കെ, ഇന്ന് ഓവർസീ ചെയ്യാൻ, സൂപ്പർവൈസ് ചെയ്യാനൊക്കെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകും. അതിന് കൃത്യമായിട്ട് ഇത്തരം കോഴ്സുകൾ പഠിച്ചിട്ടൊന്നുള്ള ആളുകളെല്ലാം കൊണ്ടുപോകണേ. പക്ഷേ ഇന്ന് ഇതൊക്കെ പഠിച്ച, ഇത്തരം കോഴ്സുകൾ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ഇതൊക്കെ പഠിച്ച ആളുകൾ അവൈലബിൾ ആണ്. സോ മിക്ക കമ്പനീസും റിക്വയർ സച്ച് പ്രൊഫഷണൽ. മിക്ക കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഓഫീസേഴ്സിനെ, പ്രൊഫഷണൽസിനെ ആവശ്യം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇവന്റ് മാനേജ്മെന്റുകൾക്കും ഒക്കെ എന്താ പറയാ നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ഒക്കെ പഠിച്ച പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട് എന്നാണ് പറയാം. പിന്നെ കാറ്ററിംഗ് കമ്പനീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് ഫുള്ള് ചെയ്യുമ്പോൾ കാറ്ററിംഗ് സർവീസ് മാത്രം, ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ മാത്രം സപ്ലൈ ചെയ്യുന്നതും അതിന്റെയൊക്കെ കാര്യങ്ങൾ ഒഫീഷ്യലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടി വരും നമ്മുടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. ബാർസ് ആൻഡ് പ്രൈവറ്റ് ക്ലബ്ബുകൾ, ബാറുകള് അങ്ങനെയുള്ള സ്ഥലത്ത്. പിന്നെ കൺസേർട്ട് ആൻഡ് തിയേറ്റേഴ്സിലൊക്കെ, അതുപോലെ വലിയ കൺസേർട്ട്, ഈ കച്ചേരിയും മറ്റുമൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ,
അവിടെ അത്തരം സ്ഥലങ്ങളില്, ദെൻ പാർക്സില്, നമ്മുടെ വലിയ വലിയ പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയും വളരെ ഹോസ്പിറ്റാലിറ്റിയോടുകൂടി ഒരു നല്ല രീതിയിൽ വെൽക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. സോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമല്ല ഇതിന്റെ ജോബ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളില് ഇത്തരം പ്രൊഫഷണൽസിനെ നെസസറി ആണ് എന്നുള്ളത് ആണ് കാണിക്കുക. അതുകൊണ്ടാണ് അത്തരം സ്ഥലത്തൊക്കെ ഈ പറയുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇല്ലാത്തത് കൊണ്ട് എന്താ പറയാ, കുറെ ആളുകൾ ഡെവലപ്പ് ചെയ്തു ഇങ്ങനെ ഒരു കോഴ്സ്. ഇവിടെയൊക്കെ വെറുതെ വന്നിരുന്നിട്ട് കുറെ ആൾക്കാർക്ക് ജോലി ചെയ്തു നിങ്ങളെ നോക്കാം, പക്ഷെ അവരിൽ നിന്ന് ആ രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ല. സോ ഇൻ ഓർഡർ ടു ഓവർകം സച്ച് ഡിഫിക്കൽട്ടീസ്, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് എന്താ പറയാ കണ്ടക്ട് ചെയ്ത് അതിന് പഠിപ്പിച്ചു കൊടുത്ത് സ്റ്റുഡൻസിനെ അതിനു വേണ്ടിയിട്ട് ഒരുക്കി അവരെ ഈ പറയുന്ന ജോലിക്ക് വിടുന്നു. അപ്പൊ അതല്ലേ കൂടുതൽ നല്ലത്. ഓർഗനൈസേഷൻസിന്റെ ലക്ഷ്യം മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്. ഏത് ബിസിനസ്സുകാരുടെ ലക്ഷ്യം, ഹോട്ടൽസ് ആയിക്കോട്ടെ, റിസോർട്ട്സ് ആയിക്കോട്ടെ, ഇത് കസ്റ്റമേഴ്സിന് നന്മ വരണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. പക്ഷേ അങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിനെ ഏറ്റവും ഹൈപ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട്, ഏറ്റവും സക്സസ്ഫുള്ളി ജോലി ചെയ്യാനായിട്ട് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടാനാണ് ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസും ഇന്ന് വിചാരിക്കുന്നത്, അല്ലെ? അവരങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വെൻ ദേ ആർ കോമ്പീറ്റിംഗ് ഈച്ച് അതർ, പരസ്പരം പല എന്താ പറയാ ഇത്തരം ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻസ് ആണ്. അപ്പൊ ഈ കോമ്പറ്റീഷൻസിന്റെ ഒരു ഭാഗമാണ് they have to acquire skilled professionals for each and every job. ഓരോ ജോലികൾക്കും അതിൻ്റെതായ സ്കിൽഡ് പ്രൊഫഷണൽസിനെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് അവരുടെ ജോലിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല റിസൾട്ട് അവരുടെ ജോലിയിൽ പ്രകടമായാൽ ഇറ്റ് വിൽ അഫക്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും അത് നമ്മുടെ ലാഭക്ഷമതയെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ കൂടിയൊക്കെയാണ് ഇത്തരം പ്രൊഫഷണൽസിന്റെ കോഴ്സുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എവിടേക്കാണ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്ഷൻസ് കിട്ടിയോ? ഇതിന്റെയൊക്കെ ഈ ഹോസ്പിറ്റാലിറ്റി പഠിച്ചതുകൊണ്ട് എന്ത് നേട്ടം, എവിടെ ജോലി കിട്ടും എന്നുള്ള ചില സംശയങ്ങള് മാറിയോ? മാറിയെന്ന് പറയാ, മാറിയോ? നമ്മള് വെറുതെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് സ്മാർട്ട് സിറ്റിയിൽ ഇത്രയും വില കുറവിൽ കൊടുക്കട്ടെ, ഏതായാലും വില കുറഞ്ഞതല്ലേ അതുകൊണ്ട് പോയി പഠിക്കാം എന്നുള്ളത് വെച്ച് വന്നവരെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ പിടികിട്ടിയിട്ടുണ്ടാവും. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കോഴ്സ്, മനസ്സിലായോ? അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുപാട് മേഖലകളിൽ ഇതിന്റെ ജോബ് ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും അടുത്തുള്ള ഇവന്റ് മാനേജ്മെന്റുകൾ ഉണ്ട്, നല്ല ഭയങ്കര കാര്യമായിട്ടൊക്കെ നടത്തുന്ന വലിയ എന്താ പറയാ ഒരു കമ്പനി പോലെ കൊണ്ടുനടക്കുന്ന ഇവന്റ് മാനേജ്മെന്റുകൾ ഉണ്ട്. വെൽനസ് സെന്റേഴ്സിലൊക്കെ ഉണ്ട്, വെൽനസ് സെന്റേഴ്സ്, സ്പാസ് ആൻഡ് വെൽനസ് സെന്റേഴ്സ്, അവിടെയും ഹോസ്പിറ്റാലിറ്റി കാണിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയിട്ട് നമ്മളുടെ ബയോഡേറ്റ നമുക്ക് റെസ്യൂമെ നമുക്ക് കൊടുക്കാം, ഹാൻഡ് ഓവർ ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ഒരു കരിയർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് കേൾക്കുമ്പോഴെങ്കിലും ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോ ഇതെന്താണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം എന്നൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. എന്താ പറയാ പ്ലെയിനിൽ മാത്രം ജോലി അല്ലെങ്കിൽ കപ്പലിൽ ജോലി, അത് മാത്രമല്ല ഇങ്ങനെയും കുറെ സ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സ് കൂടിയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി what is its qualification? എന്താണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ദ +2 ലെവൽ വിത്ത് 50% മാർക്സ്, അല്ലെ? ഒരു +2-ന് 50% മാർക്ക് കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ്. 50% മാർക്കൊക്കെ ഈസി ആയിട്ടൊക്കെ എല്ലാവർക്കും കിട്ടും, അല്ലെ? അതായത് 50% മാർക്ക് ഇൻ +2 ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യു ക്യാൻ ഡു ദിസ് കോഴ്സ്, ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കുക. Then what attitude you have to be with your customers, with your guest? നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന, നിങ്ങൾ ഈ ഒരു കോഴ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം ഇതിന്റെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു, ബയോഡേറ്റ ഒക്കെ കൊടുത്ത് then you are appointed as an officer. ഈ പറയുന്ന എന്താ പറയാ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റിന്റെ ഒരു ഓഫീസർ ആയിട്ട്, ഒരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് ജസ്റ്റ് ഇമാജിൻ. What should be your attitude towards your guest? നിങ്ങളുടെ ഗസ്റ്റിനോട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര റൂഡായിരിക്കണം, ദേഷ്യം, അവർക്ക് നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ള ഇങ്ങനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ഒരു മനോഭാവം ഒന്നും പറ്റില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ചില ആറ്റിറ്റ്യൂഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പേഷ്യൻസ്.
പേഷ്യന്റ് എന്താ? പേഷ്യൻസ്. രണ്ട് മീനിങ് ഉണ്ട് ഇവിടെ. അതല്ല, പേഷ്യൻസ് ആണ്. ക്ഷമ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരിക്കുന്നതാണ്. തന്റെ ഗസ്റ്റിനോട് ക്ഷമയോടുകൂടി, ചിലപ്പോൾ അവർ 2 3 പ്രാവശ്യമൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ അവർ നമ്മളെ വിളിക്കുകയോ, അപ്പൊ അവരുടെ നമ്മളൊരു റൂം കൊടുത്തു, ആ റൂമിലെ ചില ഫെസിലിറ്റീസ് അവർക്ക് പറ്റുന്നില്ല, അപ്പൊ അവർ 2 3 പ്രാവശ്യം നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ഷമ നശിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും നന്നായി വേണ്ടത് നമ്മൾക്ക് അവരോടുള്ള പേഷ്യൻസ് ആണ്. സെക്കൻഡ്ലി, റെസ്പെക്ട് ആണ്. റെസ്പെക്ട് എന്താ? ബഹുമാനം. തീർച്ചയായിട്ടും എന്താ പറയാ, നമ്മളെക്കാൾ വലിയ ആളുകളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ താഴ്ന്ന ആളുകളാണ്, ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്ത എല്ലാവരും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമ്മളെക്കാൾ കുറെ താഴ്ന്നവരാണ് ഈ മുറിയെടുത്ത് വന്നിരിക്കുന്നത്, അപ്പൊ അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. റെസ്പെക്ട് ഷുഡ് ബി ഷോൺ. അവരോട് കാണിക്കേണ്ട മറ്റൊന്നാണ് റെസ്പെക്ട്. അവരോട് വലിയ രീതിയിൽ ബഹുമാനം വേണം. അണ്ടർസ്റ്റാൻഡ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഗസ്റ്റും ഹോസ്റ്റുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്നു, അവർ നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ പറ്റണം. അണ്ടർസ്റ്റാൻഡിങ് നശിച്ചു കഴിഞ്ഞാൽ ഒത്തുപോകണം, അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഗീവ് റെസ്പെക്ട് അല്ലെ, റെസ്പെക്ട് ചെയ്യണം. ബി പേഷ്യൻസ്, തീർച്ചയായിട്ടും വളരെ ക്ഷമയോടെ ഇരിക്കണം. പിന്നെ പോസിറ്റിവിറ്റി. നെഗറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാനോ പറയാനോ പാടില്ല. ഒന്നും നെഗറ്റീവ് പാടില്ല, എല്ലാം പോസിറ്റീവായിട്ട് മാത്രം അവരോട് പ്രകടമാക്കുക. അവരോട് എന്ത് കാര്യം നമ്മൾ കാണിക്കുമ്പോഴും അത് പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഒരു നല്ല ലിസണിങ് വേണം. അതായത് കസ്റ്റമേഴ്സ്, നമ്മുടെ ഗസ്റ്റ് നമ്മളോട് എന്ത് ആവശ്യപ്പെട്ടാലും അത് നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ലിസൺ ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായിരുന്നല്ലോ? കേൾക്കണം. അവർ പറയുന്നത് കേൾക്കാതെ ഇട്ടിട്ട് അങ്ങോട്ട് ഓടാനൊന്നും പറ്റില്ല. ലിസണർ ആയിരിക്കണം. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ലിസൺ ചെയ്ത് ആണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഗുഡ് റെസ്പോണ്ടിങ്. നല്ല രീതിയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുക. ഒരു കാര്യം ചോദിക്കോ പ്രവർത്തിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ടല്ല അതിന്റെ റെസ്പോണ്ട് കൊടുക്കേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ള റെസ്പോൺസ് കൃത്യമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഗസ്റ്റുകൾ. സോ ഇറ്റ് ഹാവ് ടു ബി ഷോർ. ക്ലിയർ ആയോ? ഈ 6 കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ഈ ഒരു പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയായിരിക്കണം? ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കേണ്ടത് ടുവേർഡ്സ് അവർ ഗസ്റ്റ്. ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് പഠിച്ച ആളുകൾക്ക് അവരുടെ ഗസ്റ്റിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലൊക്കെ ആയിരിക്കണം? പേഷ്യൻസ്, റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിങ്, ദെൻ പോസിറ്റിവിറ്റി, ലിസണിങ് ആൻഡ് ഓൾസോ റെസ്പോണ്ടിങ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ നമ്മൾ പതുക്കെ നമ്മളുടെ ആ പഠനത്തോടൊപ്പം പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ഗസ്റ്റിനോട് കാണിച്ചോളാം എന്ന് പറയുന്നതിനേക്കാൾ ഈ ഒരു എന്താ പറയാ കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ സിലബസിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നമ്മളുടെ ആ ഒരു എന്താ പറയാ നമ്മളില് അതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാം, പ്രാക്ടിക്കലാക്കി. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞു, പ്രാക്ടിക്കലി ഹൗ ക്യാൻ യു ഡു ഇറ്റ്, അതിലാണ് ഇമ്പോർട്ടൻസ്. കുറെ ഇങ്ങനെ വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്ന രീതികൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആർജിക്കണം, സ്വയം നിങ്ങളുടെ ബിഹേവിയറിൽ കൊണ്ടുവരണം. സോ ദെൻ അപ്പൊ എന്ത് വലിയ ചെയ്യാൻ പറ്റും? നിങ്ങളത് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പഠിക്കുന്നതോടൊപ്പം അതൊക്കെ നിങ്ങൾ തന്നെത്താനെ സ്വയം ട്രെയിൻ ചെയ്യണമെന്ന്. അത് ട്രെയിൻ കഴിഞ്ഞ് വേറെ ആരും വരില്ല എന്ന്. ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് വൺ. ഇനി നമുക്കറിയേണ്ടത് വൈ സച്ച് എ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഇൻ സച്ച് കോഴ്സ്. ഈ ഒരു കോഴ്സിൽ, ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിൽ എന്തുകൊണ്ട് ഇത്രയും അധികം ഡിമാൻഡ്, ഇൻക്രീസ്ഡ് ഡിമാൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നു? ഈ കഴിഞ്ഞ കുറച്ച് ഇയേഴ്സിലെ മറ്റേ എന്താ പറയാ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ ഈ കോഴ്സ് പഠിക്കാനുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുന്നുണ്ട്. ഈ പറയുന്ന ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഫഷണൽസിന്റെ എണ്ണമൊക്കെ വളരെ ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Why? What is the reason? എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ദിസ് ഇൻഡസ്ട്രി, ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ് പവർഫുൾ. നല്ല പവർഫുൾ ആണ്. കാരണം കുറെ ഗസ്റ്റുകളെയൊക്കെ അവര് എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ അതൊരു വലിയ ശൃംഖലയായി മാറിക്കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഗസ്റ്റുകളോട് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ കമ്പനിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ.
അപ്പൊ അത്രയും വലിയൊരു നല്ല കാര്യങ്ങളാണ് അവരുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഗസ്റ്റിന് കൊടുക്കുന്നത്. സോ ഒരു പവർഫുൾ ഇൻഡസ്ട്രി ആയതുകൊണ്ട് ദെൻ ഓൾസോ ഡൈവേഴ്സ് ആൻഡ് ഡൈനാമിക് വർക്ക് എൻവയോൺമെന്റ്. ഇതിനകത്തുള്ള ജോലി എന്ന് പറയുന്നത് ഡൈവേഴ്സ്ഡ് ആണ്. ദാറ്റ് മീൻസ് എല്ലാം ഒരുപോലെ ചെയ്യുന്ന കാര്യങ്ങളല്ല, പല പല രീതിയിലാണ്. കാരണം ഡിഫറെന്റ് നേച്ചറിലുള്ള ആൾക്കാരെയാണ് എല്ലാ ദിവസവും പരിചയപ്പെടുത്തുക അല്ലേ? ഹ്യൂമൻ ബീങ്സിന്റെ നേച്ചർ എങ്ങനെയാ? എല്ലാവരും ഒരേപോലെയാണോ? എന്റെ സ്വഭാവമാണോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആണോ? അല്ല. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടില് നമ്മളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവർക്കും ഒരേ നേച്ചറാണോ? We can see the difference in the characteristics, behavior and nature of each and every human being. ഇങ്ങനെയാ പറയുന്നത്. No two human are alike എന്നാണ്. അങ്ങനെയാണ് ഒരു കോട്സ് ഉണ്ട്. No two human are alike എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ എടുത്തു നോക്കിയാൽ ഈ രണ്ടുപേരും ഒരുപോലെയല്ല. ഏത് വീട്ടിലെ എവിടത്തെ വേണമെങ്കിലും ഒരു വീട്ടിലെ രണ്ടംഗങ്ങളെ എടുത്തോ, അല്ലെങ്കിൽ ഡിഫറെന്റ് ഹൗസിലെ രണ്ടംഗങ്ങളെ എടുത്തോ, അല്ലെങ്കിൽ എന്താ പറയാ റിലേഷൻസിലുള്ള രണ്ടംഗങ്ങളെ എടുത്തോ, രണ്ടുപേരിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. ആ ഒരു വ്യത്യസ്തരായിട്ടുള്ള എന്താ പറയാ ഗസ്റ്റുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ ദിവസവും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ ഡൈവേഴ്സ് നേച്ചർ ആണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡൈനാമിക് വർക്ക് എൻവയോൺമെന്റ് ആണ് അവിടെ ഉണ്ടാകുക. ഇന്ന് വരുന്നവന്റെ സ്വഭാവമായിരിക്കില്ല അടുത്ത ദിവസം വരുന്നവന്റെ, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെയാണ് ടീച്ചർ പറയണേ എന്നാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോ എന്നെ പോലെയുള്ള ഒരു വ്യക്തിയെ വെൽക്കം ചെയ്തു, ഗസ്റ്റ് ആയിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു. നാളെ മേ ബി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരാളായിരിക്കും അവിടെ റൂമിൽ വരിക, അല്ലെങ്കിൽ അവരെ നമ്മൾക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരിക. എന്റെ സ്വഭാവം ആയിരിക്കണമെന്നില്ല, അല്ലെ? ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ആളാണ്, ദേഷ്യത്തോടെ ആളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അടുത്ത ദിവസം ഒരു പച്ചഭാവം എന്തെങ്കിലും പറഞ്ഞപ്പോ കേട്ട് അത്രേ ഉള്ളൂ, അങ്ങനെയുള്ള ആളാണ്. കണ്ടോ? ഡിഫറെന്റ് നേച്ചറിലുള്ള ആളുകളെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഡൈവേഴ്സിറ്റി ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിക്കകത്തുള്ളത്. മനസ്സിലായോ? അത് വേറൊരു കാര്യം. അപ്പൊ ഓരോ രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമേ, എല്ലാവരും ഒരുപോലെയല്ല. ഇതന്നെ ഒരു ഫ്ലെക്സിബിൾ ആണ്, അല്ലെ? അടിച്ചേൽപ്പിക്കേണ്ട അവരുടേതായ അനുസരിച്ച് ഗസ്റ്റിന്റെ ഇഷ്ടങ്ങൾക്ക്, വില്ലിങ്സ്, ഇഷ്ടം, അല്ലെ, ലൈക്ക് ഡിസ്ലൈക്സ് അനുസരിച്ച് വി ക്യാൻ ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ മനോഭാവങ്ങള് ചെറിയ മാറ്റങ്ങൾ. അതുകൊണ്ട് അത് ഫ്ലെക്സിബിൾ ആണ്, അല്ലെ? ഭയങ്കര റൂഡായിട്ടുള്ള ഒരാളോട് ബിഹേവ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് ഒരു സാധാരണ ഒരു ആളോട് നമുക്ക് എന്താ പറയാ ഭയങ്കര ജനറസ് ആയിട്ടുള്ള ഒരാളെ ട്രീറ്റ് ചെയ്യാൻ, അല്ലെ? ഇപ്പൊ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. പിന്നെ ഇതിനൊരു ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ട്, അല്ലെ? നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഒരാളോട് അവരെ വെൽക്കം ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. തീർച്ചയായിട്ടും ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും. ഒരു റിലേഷൻ, ഒരു ബോണ്ടിങ് നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുമ്പോൾ അവർ തിരിച്ചു ഇങ്ങോട്ട്. സോ അവിടെ ഒരു നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ എന്താ പറയാ, ഒരു എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു ഒത്തിരി സാധ്യതകള്, സാഹചര്യങ്ങള് ഉള്ള ഒരു ജോലി സാധ്യത കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിന്റെ ബിഹൈൻഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ക്ലിയർ ആയോ? മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഈ ഒരു പ്രൊഫഷന് അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് കോഴ്സിന് വന്നതെന്ന്? ക്ലിയർ ആയോ? പവർഫുൾ ഇൻഡസ്ട്രി ആണ്, ഡൈവേഴ്സ് ആൻഡ് ഡൈനമിക് വർക്കിംഗ് എൻവയോൺമെന്റ് ഉള്ളത് കൊണ്ടാണ്, ഫ്ലെക്സിബിൾ ആണ്, ഒരു നല്ല ഗ്രേറ്റ് അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ്, ആൻഡ് ഓൾസോ ഇതൊരു എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണ്. ക്ലിയർ? യെസ്. സോ വി ആർ എൻറ്ററിംഗ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സെഷൻ. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഒരു സാലറിയെ കുറിച്ച്. ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടായിരിക്കാം. അറ്റ് ദ ബിഗിനിങ് എന്ന് വെച്ചാൽ നമ്മൾ വെൻ യു ആർ എ ബിഗിനർ, ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ കോഴ്സ് ഒക്കെ പഠിച്ച് പെട്ടെന്ന് ആദ്യമായിട്ട് നമ്മൾ എന്താ പറയാ കോഴ്സ് കഴിഞ്ഞ് ഫ്രഷർ ആയിട്ട് നമ്മൾ ജോലിക്ക് വേണ്ടി കയറുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് അറൌണ്ട് 50,000, 15,000 മുതൽ ലക്ഷങ്ങൾ വരെ വാങ്ങിക്കുന്നവരുണ്ടോ. ഒരു കേരളത്തിൽ ഏകദേശം ഒരു ആവറേജ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഓരോരുത്തരുടെ കഴിവ്, അല്ലെ? ഓരോ ആളുകളും ഓരോ കാര്യം ചെയ്ത് ബിക്കം എഫിഷ്യൻസ്. ഓരോരുത്തരും അവരുടെ കഴിവ് വർദ്ധിക്കും, ചെയ്ത് അങ്ങനെ കഴിവ് വർദ്ധിക്കുന്നതനുസരിച്ച് 15,000 സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ടേക്ക് മുകളിലേക്ക് ഏത് റേഞ്ചിൽ വരെ പോകും. ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി വേർ യു വർക്ക്. നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ താല്പര്യം, ആ വ്യക്തിയിലുള്ള താല്പര്യം. മനസ്സിലായി? ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി ഏത് രീതിയിൽ ചെയ്യുന്നു, ആ വ്യക്തിയെ കൊണ്ട് കമ്പനിക്ക് ഒത്തിരി പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടായെങ്കിൽ അതനുസരിച്ച് ആ വ്യക്തിയോടുള്ള ആ ഒരു പ്രത്യേക പ്രൊഫഷണലിനോടുള്ള എന്താ പറയാ ഒരു വലിയ താല്പര്യം, ഇൻട്രസ്റ്റ് കമ്പനി ഓർഗനൈസേഷനും കൂടും.
മനസ്സിലായി? അപ്പൊ അതനുസരിച്ച് സാലറി പാക്കേജിന് ഇഷ്ടം മാത്രമേ ഉള്ളൂ, മദ്യം മാത്രമേ ഉള്ളൂ, കാശൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നത് പോലെയല്ല. അതനുസരിച്ച് അവരുടെ സ്റ്റേറ്റസ് വർദ്ധിക്കും, അല്ലെ, ഫിനാൻഷ്യൽ ഇൻകം വർദ്ധിക്കും, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ 15,000 ഒരു ഏറ്റവും മിനിമം ഒരു സാലറി ആണ് ഞാൻ പറഞ്ഞത്. അതിന് അബവ് അങ്ങോട്ട് പോകുന്നത് 5 lakh വരെ സാലറീസ് ഒക്കെ ഉണ്ട്. പുറത്തായാലും അകത്തും ഒക്കെ നമുക്ക് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്ക് യു ഡു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസിലൂടെ പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് യു ഹാവ് ടു ട്രെയിൻ യുവേഴ്സെൽഫ്. നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ, ഹൗ ഐ വിൽ ബിഹേവ് ടു മൈ കസ്റ്റമേഴ്സ്, ലൈക്ക് അവർ ഗസ്റ്റിനോട് ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കണം. നമ്മുടെ സ്വഭാവ രീതികൾ കുറച്ച് മോശമാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ഈ പഠനത്തിന്റെ എന്താ പറയാ കൂടെ തന്നെ നമ്മളിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ ഇപ്പൊ പറഞ്ഞതെല്ലാം? So these all things are we planned to discuss about the course. ഈ കോഴ്സിനെ കുറിച്ച് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഐ തിങ്ക് യു മേ ബി ക്ലിയർ അബൌട്ട് ദ കോഴ്സ്. ഈ കോഴ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. ആൻഡ് ഐ തിങ്ക് കുറെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് പറ്റിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചോട്ടെ. ഈ കോഴ്സ് എന്താണെന്ന് കുറച്ചെങ്കിലൊക്കെ മനസ്സിലായപ്പോ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, കോഴ്സ് എന്താണ്, അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എന്തുകൊണ്ട് ഇത്രയും ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഈ ഒരു കോഴ്സ് വന്നു എന്നുള്ളതും അതിന്റെ സാലറി ഉൾപ്പെടെ, ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ്സ്, ഏത് ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ ഡിസ്കസ് ചെയ്തത്, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ. ഓക്കെ, മനസ്സിലായോ? 4 modules ആയിട്ട് ആണ് ഈ ഒരു കോഴ്സിന്റെ സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ 4 modules ആയിട്ട്. 4 modules എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും പഠിക്കാനൊന്നുമില്ല. ഇത് ഒരു മാനേജ്മെന്റ് ആണ്, അല്ലെ, ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മുടെ എന്താ പറയാ വരുന്ന ഗസ്റ്റുകളെയൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കൂടുതലും നമ്മൾ ഹാവ് ടു ബി ഷോൺ, അത് നമ്മൾ കാണിക്കേണ്ടതാണ്, പ്രകടമാക്കേണ്ടതാണ്. റെസ്പോണ്ട് ചെയ്യുന്ന രീതികളൊക്കെയാണ്, അവിടെയാണ് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ ഈ കോഴ്സ് ത്രൂ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തി അത് ഇംപ്രൂവ്ഡ് ആക്കി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കയറാം. മനസ്സിലായോ? മനസ്സിലായില്ലേ? യെസ്. സോ നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളാണ് ഉണ്ടായിരുന്നത്, 5, 6 അല്ലെ? ഇടയ്ക്ക് ഒരാൾ പോയോ? ആരെയോ കാണാനില്ലല്ലോ. ആരും പോയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കൊന്നേ ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് പറഞ്ഞപ്പോഴൊക്കെ എല്ലാവരും കേട്ടല്ലോ അല്ലേ? കേട്ടോ? ആരെങ്കിലും കേൾക്കാത്തവരുണ്ടോ? പേര് നമ്മൾ തുടക്കം പറഞ്ഞു. കേട്ടില്ല എന്നാണോ? അതെ മാം. യെസ്. അപ്പൊ പേര് തുടക്കം പറഞ്ഞു. മൈ നെയിം ഈസ് നിഷ. നിഷ എന്നാണ് കേട്ടോ എന്റെ പേര്. സ്മാർട്ട് സ്റ്റേറ്റ് ഒരു ഫാക്കൽറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റിനെ കുറിച്ച് അറിയാനാണ് നമ്മൾ ഈ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. സോ നമുക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പറയാ, നിങ്ങളതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ വീഡിയോയും അതുപോലെ സൗണ്ടും അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സ്വയം പരിചയപ്പെടുത്തോ. ഓരോരുത്തരായിട്ട്, കുറച്ചു പേരല്ലേ ഉള്ളൂ, പെട്ടെന്ന് പറ്റും. പെട്ടെന്ന് സ്റ്റാർട്ടിങ് ഫ്രം ഹരിത എന്ന് പറഞ്ഞേ. ഹലോ മാം. പറയൂ. വീഡിയോ ഓൺ ആക്കുന്നില്ലേ? പറ്റൂല? ഇല്ല, കിച്ചണിലായിരുന്നു. ശരി. ഓക്കെ. എന്റെ പേര് ഹരിത. വീട്ടില് ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്. വാഗമണ്ണാണ് വീട്. ഞാൻ ഇത് സ്മാർട്ട് സിറ്റി തന്നെ മോണ്ടിസോറി ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തീരാറായി. ഇന്ന് വൈവേ ഉണ്ട് എനിക്ക്. ഓക്കെ. സ്മാർട്ട് സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹരിത അങ്ങനെ വന്നപ്പോ തന്നെ ഒരു സംശയം നിങ്ങളിൽ വീണ്ടും മാറിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ കുറച്ച് അധികം കഴിഞ്ഞ മാസമൊക്കെ ആയിരിക്കും രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്തേക്കണേ. ക്ലാസ് തുടങ്ങാൻ വൈകിയപ്പോ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും പൈസ കുറവ്, ഇത് ഈ കോഴ്സ് കൊണ്ടുവന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടാകും, പറ്റിക്കലാണോ എന്നൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ടാവില്ലേ?
കുഴപ്പമില്ല, കുഴപ്പമില്ല. യെസ്, ഉണ്ടാവും തീർച്ചയായിട്ടും. മനുഷ്യന്മാരല്ലേ നമ്മൾ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം, നമ്മളെല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിക്കും. ആദ്യം ചിന്തിക്കുന്നത് നെഗറ്റീവ് ആയിരിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോസിറ്റീവിലേക്ക് എത്തുള്ളൂ. മിക്കവാറും ഇപ്പൊ അങ്ങനെയാണ്, മെജോറിറ്റി ആളുകൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ദേ തിങ്ക് അബൌട്ട് ഇറ്റ്സ് നെഗറ്റീവ് സൈഡ്, അതിന്റെ നെഗറ്റീവ് വശം ആദ്യം നോക്കും, എന്നിട്ടേ പോസിറ്റീവിലേക്ക് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാനാണെങ്കിൽ നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ, അല്ല, എപ്പോഴും നന്മ മാത്രം ചിന്തിക്കാൻ അങ്ങനത്തെ വലിയ കഴിവൊന്നും നമുക്ക് തന്നിട്ടില്ല. മനുഷ്യനാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് വൈ ദിസ് കോഴ്സ് ഈസ് പ്രൊവൈഡഡ് സച്ച് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ഇത്രയും റെഡ്യൂസ്ഡ് കോസ്റ്റിൽ കൊടുക്കുന്നു എന്നൊക്കെ സംശയം ഉണ്ടാവും. പറ്റിക്കലാണ്, ക്ലാസ് ഒന്നും കൊടുക്കണ്ടാവില്ല, കാശ് പോയോ, രജിസ്ട്രേഷൻ ഫീസ് പോയോ എന്നൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ടാകും അല്ലെ. അപ്പൊ ഈ ഒരു കോഴ്സ് ഇതിന്റെ തന്നെ 1 ഇയറിന്റെ ഒരു കോഴ്സാണ്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും നമ്മളുടെ സ്മാർട്ട് സ്ത്രീയിൽ നടക്കുന്നുണ്ട്. അതിലൊരു സ്റ്റുഡന്റ് ആണ് ഹരിത. അപ്പൊ ഹരിത നിങ്ങൾക്ക് ഒരു പ്രൂഫായിട്ട് ഞാനിവിടെ വെച്ച് തരികയാണ്. അപ്പൊ ഹരിത എന്തായാലും ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവാറായി എന്ന് ഹരിത പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ഏകദേശം ഒരു 10 months എബവ് ആയിട്ടുണ്ട്, എക്സാം ഒക്കെ ആവാറായിട്ടുണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും ഹരിത ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതല്ലേ നിങ്ങൾ തീർത്ത് പോയാൽ മതി, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരത്തിലല്ലോ എന്താ വീണ്ടും എന്ത് ചെയ്യുന്നു, മറ്റൊരു കോഴ്സിൽ സ്മാർട്ട് സ്ത്രീയിൽ തന്നെ ജോയിൻ ചെയ്തപ്പോ ഹരിത കണ്ട പോസിറ്റീവ്നെസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാവണം ഹരിത വീണ്ടും ജോയിൻ ചെയ്തത് അല്ലെ. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, ക്ലാസ്സുകൾ ഇത്രയും പൈസ കുറവാണെങ്കിലും നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകളിൽ ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ഒറിജിനൽ തന്നെയായിരിക്കും. നമ്മൾ വില കുറഞ്ഞു കിട്ടുമ്പോൾ ഇത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പല ഗുഡ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കാറുണ്ട് പുറത്തുനിന്നൊക്കെ. ഇപ്പൊ ഈവൻ മൊബൈൽ ഫോണുകളൊക്കെ ഒരു ഉദാഹരണം ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുമായിരുന്നു പണ്ട് ചൈനക്കാരൊക്കെ. ഇപ്പൊ അതൊന്നൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റിന് വില കുറഞ്ഞ ആയിരിക്കും ഉണ്ടാകുക അല്ലെ. മറ്റേതിനെ പോലെ തന്നെ കാണുമ്പോൾ അപ്പിയറൻസിലും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മറ്റേ കമ്പനീസ് ആണെങ്കിൽ കമ്പനിയുടെ ഒരു ട്രേഡ് മാർക്ക് അതിലുണ്ടായിരിക്കും അല്ലെ. ആ ട്രേഡ് മാർക്ക് ഉണ്ടാവില്ല മറ്റേതിന്. ട്രേഡ് മാർക്കുകൾ നോക്കി വാങ്ങിക്കണം എന്ന് പറയുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. കൊടുക്കുന്ന കോഴ്സ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, അടുത്ത ആള് ഒന്ന് പറയാമോ? ഹരിത സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാനൊന്ന് കൂട്ടിച്ചേർത്താണേ. നെക്സ്റ്റ് അഞ്ജലി, ഒന്ന് വീഡിയോ ഓൺ ആക്കി പറയാൻ പറ്റുമോ? വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല, ഞാൻ പുറത്താണ്. ഞാൻ അവിടുത്തെ തന്നെ സ്റ്റുഡന്റ് ആണ്. ഞാൻ സ്മാർട്ട് സ്റ്റൈലിന്റെ സ്റ്റുഡന്റ് ആണ്. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടുത്തെ എല്ലാം അറിയാം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വന്നതാണ്. ഒരു കയ്യടി ഞങ്ങൾക്ക് സ്മാർട്ട് സ്ത്രീക്ക്. യെസ്, ചോദിച്ചു വാങ്ങിക്കേണ്ട ഗതികേടായി പോയിന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് അവിടുത്തെ. ടീച്ചേഴ്സിനെ ആയാലും എല്ലാവരെയും ആയാലും, സാറിനെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും, മാമിനെയും എല്ലാവരെയും അറിയുന്ന ആളാണ് ഞാൻ. എല്ലാവർക്കും അറിയാം. മാമിനെ അറിയില്ല, ജിഷ മാമിനൊക്കെ അറിയാം. എന്നെ അറിയാം. ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ ഞാൻ ടീച്ചറില്ല, ഞാൻ ടീച്ചറല്ല, ബാക്കി കോഴ്സുകളിലാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ മിക്കവാറും ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പൊ ഇപ്പൊ കണ്ടോ അഞ്ജലി എന്നെ? അഞ്ജലി വേറെ എവിടെയും പിന്നെ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്, മാമിനെ കണ്ടിട്ടുണ്ട്, വന്നിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ക്ലാസ്സിൽ കണ്ടിട്ടില്ല. ഓക്കെ, ശരി. അപ്പൊ അഞ്ജലി നമുക്ക് മറ്റൊരു പ്രൂഫാണ്. അപ്പൊ വീണ്ടും ഇവിടുത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ, ഒരു കോഴ്സ് കഴിഞ്ഞു, അതില് ഓൾറെഡി ജോബ് കിട്ടിയിരിക്കുന്ന ആളാണ്. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് മറ്റൊരു തെളിവ് കൂടിയാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പോയി, ഇന്റർനെറ്റ് ഇഷ്ടപ്പെട്ടു, ക്ലാസ് ഒക്കെ നല്ലതാണ്, വീണ്ടും ഒരാളെ കരുത്ത് ജോയിൻ ചെയ്തു, പക്ഷെ മറ്റൊരു പ്രൂഫ് ആൾക്ക് ജോലി കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പഠിച്ചിട്ട് ജോലി കിട്ടാന്നുള്ള ആശങ്ക, കിട്ടില്ലെന്നുള്ള ആശങ്കയും വേണ്ട. മനസ്സിലായോ? അപ്പൊ അഞ്ജലിക്ക് എന്താ പറയാ, അഞ്ജലിയും ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ്. അഞ്ജലി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. അടുത്ത ആള് ഹർഷിയ. പെട്ടെന്നാണ്. ഹർഷിയ ഉണ്ടോ? പൗർണമി ഉണ്ടോ? ഉണ്ട് മാം. പറയൂ, വീഡിയോ ഓണാക്കാൻ പറ്റുമോ? വീഡിയോ ഓണാക്കാനായിട്ട് മറ്റു സാഹചര്യമല്ല. ഞാൻ PSCയുടെ ക്ലാസ് ഈ സ്മാർട്ട് സ്ത്രീയുടെ അറ്റൻഡ് ചെയ്തേണ്ടെന്നല്ലാണ്ട് എനിക്ക് വേറെ കോഴ്സുകളൊന്നും ഞാനിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട് ജോയിൻ ചെയ്തത് അതിനകത്ത്. വേറെ ക്ലാസ്സുകളൊന്നും പഠിച്ചിട്ടില്ല? PSC ക്ലാസ്സിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ?
ഉണ്ട്. കുറച്ച് നാൾ മുന്നേ ആ? ആണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഇങ്ങനെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ജോയിൻ ചെയ്തതാ. ഇവിടെ നമ്മളിപ്പോ PSC കോഴ്സുകൾ PSC കോച്ചിങ് കൊടുക്കുന്നില്ല. അത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ കൊടുത്തു. അപ്പൊ ഏകദേശം അതിന്റെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് നാളത്തേക്ക് അവിടെ ബ്രേക്ക് ഇട്ട് വെച്ചേക്കാണ്. അപ്പൊ PSC ക്ലാസ്സിൽ എന്നെ കണ്ടിട്ടുണ്ടാവുക. ഇല്ല, ഞാൻ PSC ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് വർക്കിംഗ് ആണ് ഞാൻ. ഓൺലൈൻ അല്ലെങ്കിലും നമ്മളുടെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഏത് സമയത്ത് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. കുറെ വർഷമായോ? കുറച്ച് നാളായി. തുടക്കത്തില് ഈ സ്മാർട്ട് ശ്രീയുടെ തുടക്ക സമയത്തായിരുന്നു. അപ്പൊ എന്നാലും സ്മാർട്ട് ശ്രീയുടെ മറ്റൊരു തെളിവാണ് പൗർണമി. ഏതായാലും ഇവിടുത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ഈ ഒരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെർഷാദ്. നമുക്ക് ആകെയുള്ള ഒരാൾ തരികയാണ് ഇപ്പൊ ഇവിടെ ലൈവില്. ഒന്ന് പറയാമോ സെർഷാദ്? എന്റെ പേര് സെർഷാദ്. എന്റെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ്. ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പ്രസ്റ്റീജ് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, സെയിൽസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗാണ് എനിക്കിത് റെഫർ ചെയ്തിട്ടുള്ളത്. ആണോ? കൂടെ വർക്ക് ചെയ്യുന്ന ആള് ഇവിടെ പഠിച്ചിരുന്നിട്ടുണ്ടോ? ഇതില് 1-2 കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? HR കോഴ്സ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സും ചിലപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സും ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും ആള്. ആളുടെ പേര് സുകന്യ. എന്താ? സുകന്യ എന്നാണ് പേര് പുള്ളിയുടെ. ആണോ? ശരി ശരി. ഓക്കെ, അപ്പൊ ഒരാള് ഇവിടെ പഠിച്ച ആള് സജസ്റ്റ് ചെയ്താണ് സെർഷാദ് ഇവിടെ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും എല്ലാം റിലേറ്റഡ് ആണ്. കണ്ടല്ലോ, കുറെ പേര് ഇവിടെ പഠിച്ചവര്, ചിലവര് പഠിച്ചവരിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട്, അവര് പറഞ്ഞു കൊടുത്ത സജസ്റ്റ് ചെയ്തത് കൊണ്ട് ജോയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഓക്കെ, നന്നായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇതുകൂടി ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു ജോലിയും സെർഷാദിന് എന്താ പറയാ ഡെവലപ്ഡ് ആകാനായിട്ട് കിട്ടുന്നതാണെങ്കിൽ, ആ ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതുണ്ടാവട്ടെ. നവ്യ, നവ്യ. മാഡം. പറയൂ. എന്റെ പേര് നവ്യ. ഞാൻ പട്ടാമ്പിയാണ്. മുമ്പ് ഇതില് കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളൊരു ടൂർ പാക്കേജ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ചും കൂടി ഒരു ഉപകാരപ്പെടാവൂലോ എന്ന് വിചാരിച്ചിട്ട് ചേർന്നതാണ്. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന്റെ ഒരു ഇതിൽ നിന്നും നമുക്ക് നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാമെന്ന് വിചാരിച്ച് നവ്യ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് സ്മാർട്ട് ശ്രീയില്. നവ്യ മാത്രമേ നമ്മളായിട്ട് ഒരു പരിചയമില്ലാത്ത ആളുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഓക്കെ നവ്യ, അപ്പൊ ഇവര് പറഞ്ഞപ്പോ കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? ചില കൺഫ്യൂഷൻസോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായി സ്മാർട്ട് ശ്രീയെ കുറിച്ച്? ഉണ്ടാവൂലോ. പൊതുവെ നമ്മളൊരു ഇതിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് പല സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ പിന്നെ പൊതുവെ മാഡം പറഞ്ഞതിനനുസരിച്ചിട്ട് വലിയ കുഴപ്പമില്ല. ഇനി നോക്കട്ടെ, ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് അതിന്റെ രീതികൾ നോക്കിട്ടെ. അതെ, ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവർ എക്സ്പീരിയൻസ് ചെയ്യുക. എക്സ്പീരിയൻസ് ചെയ്തവർ അവരുടെ കാര്യങ്ങൾ അവരിവിടെ തന്നെ പറഞ്ഞു. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഈ കോഴ്സ് എന്താ പറയാ ഹെൽപ്ഫുൾ ആകട്ടെ. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഓരോ കരിയർ ഡെവലപ്മെന്റും, ചിലർ പുതിയതായിട്ടുള്ള ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും കൂടി സാധിക്കട്ടെ. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഒരുപാട് കുറെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കും തോന്നുന്നുണ്ട്. So we will meet again in the classes. നിങ്ങളുടെ ക്ലാസ്സുകളിലായിരിക്കും ഇനി കാണുക. So thank you all of you for joining the introduction class. Okay, കാണാം നമുക്ക് പിന്നീട്. Okay, bye. Thank you. Thank you, ma'am. Okay. Thank you, ma'am. Okay, thank you. Bye. Okay, thank you, ma'am.